ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചക്കപ്പായസം നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ചക്ക കീറി അതിൻ്റെ ചുളയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ വേസ്റ്റെല്ലാം കളഞ്ഞ് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചുളയൊന്ന്, നല്ല വലിപ്പമുള്ള ചുളയാണ്, അതിൻ്റെ ചെറുതായി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെറുതായി അരിയുന്നത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിനാണ് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര പാനി ഉണ്ടാക്കണം. അതിനായിട്ടൊരു 3/4 കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് വെള്ളമൊഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമ്മൾ പാനിയാക്കാൻ വേണ്ടി ഇതിപ്പോൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു കൊടുത്തു, അത് ചൂടായി വരുന്നു. അങ്ങനെ നമ്മുടെ ഈ ചുളയെല്ലാം നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ചുളയെല്ലാം നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു. കണ്ടില്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തു. നല്ലപോലെ അരയാനും പാടില്ല, എങ്കിൽ ഏകദേശം ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ശർക്കര പാനി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു ഏകദേശം കുറച്ച് വലിപ്പമുള്ള ഒരു ഉരുളി നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് തീ കത്തിച്ചിട്ടുണ്ട്. ഉരുളി നന്നായി ചൂടായി വന്നു. നമ്മൾ മിക്സിയിൽ അരച്ച നമ്മുടെ ചക്കച്ചുളകളെല്ലാം ഇത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേകുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഈ ചക്കച്ചുളയെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ചക്ക വരട്ടി ഉപയോഗിച്ച് നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കാൻ പറ്റും. അതിന് നമ്മൾ ചക്ക നന്നായിട്ട് വരട്ടി എടുത്ത് വെച്ച് അതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാക്കാൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ആദ്യം ഈ ചക്കച്ചുളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ശർക്കര പാനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയും അതുപോലെ തന്നെ ഇതും നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്ത് നെയ്യിൽ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പായസത്തിലേക്ക് ഉണ്ടല്ലേ, 1-2 സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ, അധികം നെയ്യ് ചേർക്കേണ്ടെന്ന് വിചാരിച്ച് 1 സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ 2 തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 തേങ്ങയുടെ 3/4 പാൽ വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് 3/4 പാലാണ്. 3/4 പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം എല്ലാം നമ്മുടെ ചക്കച്ചുളയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നന്നായി കുറുകി വന്നു. അതിന് ശേഷം 3/4 പാൽ ഒഴിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി 2/4 പാൽ ഒഴിച്ച് കൊടുക്കാം. 2/4 പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറ്റി വരണം. കണ്ടില്ലേ, 2/4 പാൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരണം.
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉരുളി ആയതുകൊണ്ട് നമുക്ക് ഇളക്കുവാനും ഇതിനെല്ലാം നല്ല സൗകര്യം കിട്ടും. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു, എല്ലാവരും ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഏലക്കായും 1 സ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ഏലക്കായപ്പൊടിയും 1 സ്പൂൺ ചുക്കുപൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പായസത്തിന് നല്ല മധുരവും നല്ല മണവും നല്ല ടേസ്റ്റും കിട്ടുന്നതിന് വേണം ചുക്കുപൊടിയും ഏലക്കായും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഒന്നാം പാലൊഴിച്ചു, നന്നായിട്ടൊന്ന് വറ്റി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും നമ്മുടെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? സൂപ്പറായിട്ടുണ്ട്. ഉരുളിയിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. നിങ്ങൾ വീട്ടിലെല്ലാവരും വെറുതെ ചക്കയൊന്നും കളയാതെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പായസങ്ങൾ വെച്ച് കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് ചക്കപ്പായസം. സൂപ്പറായി വന്നിട്ടുണ്ട്. നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.